വളരെ ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകളുണ്ടല്ലോ. ഈ ആങ്സൈറ്റി ഉള്ള ആളുകളുടെ ബോഡി ടൈപ്പ് ഒക്കെ എങ്ങനെയായിരിക്കും? ആങ്സൈറ്റി ഉള്ള ആളുകൾ, ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളുകൾ അവരെപ്പോഴും വാദപ്രകൃതമായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ മെലിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ടാവും. അവരെ പറ്റി ചിന്തിച്ച് അവരെപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും, അവരെപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് ഭയങ്കര ടഫായിരിക്കും, എപ്പോഴും ബോധകളായിരിക്കും, ആങ്സൈറ്റി ഇഷ്യൂസ് വരും, ഫിയർ, ഇതെല്ലാം തന്നെ ഒരു ടിപ്പിക്കൽ ഒരു വാദപ്രകൃതമാണ്. അങ്ങനെയുള്ളവർ അവരുടെ ഫുഡിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു പരിധി വരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഉപ്പുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അത് കുറച്ച് കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആ വാദം കുറയും. അതേപോലെ അവർക്ക് ഏറ്റവും റിസൾട്ട് വരാൻ പോകുന്ന ഒരു കാര്യമാണ് പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്. അവർക്ക് നടക്കില്ല, അവർ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏത് ലെവലിൽ പോകും. പക്ഷേ ഡേ ടു ഡേ അവർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ റിസൾട്ട് വരും. സോ ആ ഒരു വാദ ഇംബാലൻസ് ആണ് ഈ പറയുന്ന ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങിൻ്റെ ഒക്കെ റീസൺ. സോ വാദത്തിന് നമ്മൾ ബാലൻസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റും.